ശ്രീ ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൗത്ത് ഓസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയറിൽ ഒരുമിച്ച് വരുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചുവല്ലോ. നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രെയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ ഇന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അതിന്റെ സന്നിധിയിൽ ഈ ദിവസവും കൂടി വരുന്നു. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തിയ മുഖാന്തരങ്ങളെ ഓർക്കും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ നീ കരുതി, തുടർന്നും അവിടുത്തെ കൃപയിൽ ചിറകിൻ കീഴിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കൃപയിലും നന്മയിലും ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ തക്കവണ്ണയാകണം. സർവ്വകൃപയിലും നന്മയിലും ഞങ്ങളെ വഴി നടത്തണമേ. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർക്കുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ ഓർക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ ഓർക്കുന്നു. അവരുടെ താങ്ങും തണലും സഹായിയും കാവൽക്കാരനും നീ തന്നെ ആയിരിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നവർക്ക് ആവശ്യമായ ബുദ്ധിയും ശക്തിയും വിവേകവും നൽകണം. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവീയ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. പൈതങ്ങളെ അനുഗ്രഹിക്കണമേ. യുവാക്കളെ അനുഗ്രഹിക്കണമേ. വിവാഹിതരെ അനുഗ്രഹിക്കണമേ. വിവാഹത്തിനായി ഒരുങ്ങുന്നവരെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൃശ്യമായ വലതുകരം നീട്ടി അവരെയും കാത്തു പരിപാലിക്കണം. ഞങ്ങളെല്ലാം വാങ്ങിപ്പോരെ അബ്രഹാമെ പോലെ വസിപ്പിക്കണമേ. പ്രത്യേക കർത്താവെ, കഴിഞ്ഞ ദിവസം ടാമ്പയിൽ ഞങ്ങൾ ഇന്ന് വേർപെട്ടു പോയ ദാസനെ അബ്രഹാമ്യ ഭവനങ്ങളിൽ വസിപ്പിക്കണം. ആ കുടുംബത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. നീ തന്നെ ആ ഭവനത്തിന് നായകനും നടത്തിപ്പുകാരനുമായിരിക്കണം. ആ കുടുംബത്തെ നിന്റെ ഉള്ളം കയ്യിൽ അവിടുന്ന് വഹിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്നിനെ ശക്തീകരി അരളിച്ചതുള്ള ആ ശബ്ദം കേട്ട് നിന്നിൽ ആശ്രയിച്ച് ബലപ്പെട്ട് ജീവിപ്പാൻ ആ കുടുംബത്തെ ഇടയാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേ. ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ തോമസ് മാർ യോഹന്നാസ് തിരുമേനിക്കും എല്ലാ വൈദ്യശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഡാലസ് റീജിയനാണ് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ നമുക്ക് ഏറ്റുപറയാം. അവിടുത്തെ വചനം സത്യമാകുന്നു. യുദ്ധഭീതി മാറിപ്പോവാനും നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കുവാനും ഭരണാധികാരികൾക്ക് ദൈവാശ്രയബോധം നൽകുവാനും നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അനേകം പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം ദുഃഖിക്കുന്നു, സമാധാനമില്ലാതെ വലയുന്ന രോഗത്തിന്റെ വിഷമത്തിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരുപോലെ നമുക്ക് അപേക്ഷിക്കാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നു. പ്രിയപ്പെട്ട മിഖ മേരി വർഗീസ് പാട്ടുപാടുന്നതായിരിക്കും. മിഖ അൺമ്യൂട്ട് ചെയ്യൂ. ജോയിൻ ചെയ്യുന്നുണ്ട് ആന്റി. അതെ, ഫോൺ ആണെങ്കിൽ ഫോൺ ഡയൽ ചെയ്യുവാണെങ്കിൽ *6 കൊണ്ട് അൺമ്യൂട്ട് ചെയ്യണം. *6 അടിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ *6 കൊണ്ട്, അല്ലെങ്കിൽ ശോഭന റെഡി ആണെങ്കിൽ ശോഭന പാടുക, മിഖ പുറകെ പാടുക. ഹലോ,
മീക റെഡിയാണ്. മികവാടിയാട്ടെ. ആ സർവേശ്വരാനൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്നു പാടുന്നു ഞാൻ. സീമകളില്ലാത്ത സ്നേഹം പകരുമൊരു സംഗീതമായിരുന്നെങ്കിൽ ഞാൻ സർവേശ്വരാനിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്നു പാടുന്നു ഞാൻ. ഒരിക്കലും എന്നെ പിരിയില്ലെന്ന ഒരിക്കൽ നീ ഓതിയൻ കാതുകളിൽ. ഒരിക്കലും എന്നെ പിരിയില്ലെന്ന ഒരിക്കൽ നീ ഓതിയൻ കാതുകളിൽ. ഓമനമുഖമെൻ്റെ ഉള്ളതിലെന്നും ഓർമ്മയിനോളങ്ങളായി. ഓമനമുഖമെൻ്റെ ഉള്ളതിലെന്നും ഓർമ്മയിനോളങ്ങളായി. സർവേശ്വരാനിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്നു പാടുന്നു ഞാൻ. സീമകളില്ലാത്ത സ്നേഹം പകരുമൊരു സംഗീതമായിരുന്നെങ്കിൽ ഞാൻ സർവേശ്വരാനിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്നു പാടുന്നു ഞാൻ. താങ്ക് യു. ഇവിടെ മിഖാമേരിയസിനെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട ഷേർലി സജി വായിക്കുന്നതായിരിക്കും. കേൾക്കാമോ ആന്റി? കേൾക്കാമല്ലോ. ബാർക്ക്മോർ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസും തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രിയിലൊന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട്, ഞാൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും, നീ
നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്നു, അപ്പമെടുത്തു, അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യഹോവയെ സ്തുതിപ്പിൻ. ബാർക്ക് മോർ. പ്രിയപ്പെട്ട ഷാർലി സജിയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാരം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ബാർക്കുമാർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ ചെയ്യുന്ന മശിഹരാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നോട് രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. അതിന് ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ആർഘമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, എന്റെ സ്ലീബായുടെ പ്രകാശം എന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലം കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ള അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അച്ഛന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഈ പ്രാർത്ഥിച്ചപ്പോൾ ദൂരത്തിന്മേലും അധികാരമുണ്ട് നമ്മുടെ കർത്താവ്. നാം ഈ പ്രാർത്ഥിച്ചപ്പോൾ നാം ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മക്കൾക്കും അനുഗ്രഹം ആക്കണമേ. അനുഗ്രഹമായിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന പാട്ടോടുകൂടി തുടരാം. പ്രിയപ്പെട്ട ശോഭ ജോൺ പാട്ട് പാടുന്നു. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. കണ്ണീർ നിറഞ്ഞൊരു പാനപാത്രങ്ങൾ നീ കൈനീട്ടി
വാങ്ങേണമേ. കണ്ണീർ നിറഞ്ഞൊരു പാനപാത്രങ്ങൾ നീ കൈനീട്ടി വാങ്ങേണമേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉയരങ്ങളിലുള്ള കർത്താവേ, കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഉയരങ്ങളിലുള്ള കർത്താവേ, കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഗദ്ഗത കണ്ടരായി പ്രാർത്ഥിക്കും ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർക്കേണമേ. ഗദ്ഗത കണ്ടരായി പ്രാർത്ഥിക്കും ഞങ്ങൾ തൻ ദുഃഖങ്ങൾ തീർക്കേണമേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പുത്രനും പരിശുദ്ധരുഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ശോഭ ജോണിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടിട്ട് നാം ഇരിക്കുകയാകുന്നു. നാം കേട്ടുകൊണ്ടിരിക്കുന്ന നാം മാത്രമല്ല, നേരിട്ട് കേൾക്കാൻ സാധ്യതയില്ലാത്തവർ, വചനത്തിൽ വിശ്വസിക്കാൻ സാധ്യതയില്ലാത്തവർക്കും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ നാവിനോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും നമുക്ക് ഇരിക്കാം. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സീമാ ശ്യാം കൊച്ചമ്മയെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രസംഗം ആരംഭിക്കുമ്പോൾ മുഖം കാണിക്കാനുള്ള സമയമായി എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും അവരവരുടെ സുന്ദരമായ മുഖങ്ങൾ കണ്ടിട്ട് കൊച്ചമ്മയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയാകുന്ന കുറച്ച് സന്തോഷമായിരിക്കും. നമ്മൾ വായിച്ച വേദഭാഗത്ത് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്, മൂന്നാം സമയം പ്രത്യക്ഷനായതിനെ കുറിച്ച് നമ്മൾ വായിച്ചു. നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ദൈവമില്ലാതെ അധ്വാനിച്ചാൽ ഒന്നും കിട്ടില്ല. ദൈവമില്ലാതെയുള്ള അധ്വാനത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴാണ്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് എപ്പോഴാ? ശരിക്കും എന്തെങ്കിലുമൊക്കെ നന്മകൾ കിട്ടുമ്പോഴാണ് നമ്മൾ ദൈവം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മളും ചോദിക്കും, എന്നാലും ദൈവമേ നീ എന്നോടിത് പറയുന്നത്, എന്നോടിത് വേണ്ടായിരുന്നു. നമ്മൾ സാധാരണ ദൈവത്തോട് പറയുന്ന ഒരു നാടൻ ഭാഷയാണ്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയ്ക്ക് സമയമില്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ സംബന്ധിക്കും. ഞായറാഴ്ച പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന അനുഭവിക്കും, പള്ളിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും, എത്ര ചോദിച്ചാലും അതിനേക്കാൾ എളുപ്പം കൂടെ കൂട്ടി കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന പ്രതിസന്ധികൾ വരുന്നത്? അത് വരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ശിഷ്യന്മാർ കൂടെ കർത്താവിന്റെ കൂടെ നടന്ന് എല്ലാം കണ്ട് എല്ലാം കേട്ട് അനുഭവിച്ചവരാ.
അവൻ കൂടെയില്ല എന്ന് എപ്പോൾ ഒരു ബോധ്യമുണ്ടായോ അവർ തിരികെ പോയി. ഇതാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്. അവനില്ല എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പറയുമോ, ഇനി ദൈവത്തെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി പള്ളിയിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് വല എടുത്തോണ്ട് പിന്നെയും മീൻ പിടിക്കാൻ പോകും നമ്മളല്ല. പക്ഷെ ആ അധ്വാനം കൊണ്ട് ഒന്നും കിട്ടത്തില്ലെന്ന് ഓർക്കണം. ആ അധ്വാനം നമുക്കൊന്നും തരുന്നില്ല, ഒരു ലാഭവും നമുക്ക് അതുകൊണ്ട് കിട്ടുന്നില്ല. അവർക്ക് തൊഴിൽ അറിയാൻ വയ്യാത്തവരല്ല, അവർ നന്നായി മീൻ പിടിച്ചുകൊണ്ട് നടന്ന ആളുകളാണ്. ഉപേക്ഷിച്ചതിനെയെല്ലാം അവർ തിരികെ എടുത്തു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ഉപേക്ഷിച്ചോ ആ ഉപേക്ഷിച്ചതെല്ലാം അവർ തിരികെ എടുത്തു. അതെപ്പോ എടുക്കുന്നോ അവിടെ കഴിഞ്ഞു നമ്മുടെ അധ്വാനമല്ല. എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോ അതിനെ അതിജീവിക്കാൻ അവൻ കൂടെയുണ്ട് ഇപ്പോഴും എന്നുള്ള ബോധ്യം, ആ ബോധ്യം യഥാർത്ഥത്തിൽ നമ്മളെ ബലപ്പെടുത്തും. നമുക്ക് ഒരുപാട് മീൻകൂട്ടം കിട്ടും, ഒരുപാട് അനുഗ്രഹം കിട്ടും. പിന്നെ മറ്റൊരു കാര്യം കൂടെ കർത്താവ് പറയുന്നുണ്ട്, എടാ മണ്ടന്മാരെ, നിങ്ങൾ നിൽക്കുന്നതിന്റെ താഴെയുണ്ട് മീൻകൂട്ടം, എന്നിട്ട് വേറെ എങ്ങാണ്ടൊക്കെ പോയി വല വീശുക. മീൻകൂട്ടത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് മറ്റുള്ളടത്ത് വല വീശുക. നമ്മളും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ഇല്ലേ? നമ്മളെ സഭയിൽ നിൽക്കുന്നു, സഭയുടെ എല്ലാ വിശ്വാസങ്ങളിലും പാലിക്കുന്നു, എല്ലാം ചെയ്യുന്നു, എന്നിട്ട് വേറെ വല്ലയിടത്തും വലയിടുന്ന ആളുകളും ഒക്കെ ഉണ്ട്, ഇല്ലേ? എവിടെ വലയിട്ടാൽ എന്ത് കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. വലയെടുത്ത് ചില ആളുകൾ നമ്മളെ വലയിടും, നമ്മൾ ആ വലയ്ക്കകത്ത് വീഴും. ചിലയിടത്ത് നമ്മൾ പോയി വലയും കൊണ്ട് പോകും. വിശ്വാസം എന്ന് പറയുന്നത് അടിയുറച്ച് നിൽക്കുന്ന ഇടത്ത് അതിന്റെ ചുവട്ടിലുള്ള മീൻകൂട്ടം അന്വേഷിക്കാതെ നമ്മൾ ഓടി നടന്ന് വലയിടുക. കടൽ മുഴുവൻ വലയിട്ടാലും ഒന്നും കിട്ടത്തില്ല. കാരണം എന്താ? നീ നിൽക്കുന്ന ഇടത്ത് തന്നെ ഉണ്ട് നിന്റെ അനുഗ്രഹം. പക്ഷെ നീ അത് കാണാതെ പോകുന്നു. നീ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ മതി. ഇന്ന് കുനിയാൻ മനസ്സില്ലാത്തതുകൊണ്ടായി പ്രശ്നം. ഒന്ന് കുനിഞ്ഞു നോക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഭാഗം വായിച്ചപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓടി നടന്ന് വലയിടണ്ട, ഈ വല വീശാനും പോകണ്ട, ഒരിടത്തും ഓടി നടന്ന് വല വീശണ്ട. നീ എവിടെ നിൽക്കുന്നോ അവിടെ നിനക്ക് അനുഗ്രഹം ഉണ്ടെന്നുള്ള ബോധ്യവും തിരിച്ചറിവും നിനക്ക് എപ്പോ ഉണ്ടാകുന്നോ അപ്പൊ നിനക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടും. നിനക്ക് മാത്രമല്ല, നിന്റെ കുടുംബവും നിന്റെ സമൂഹവും നിന്റെ സഭയും എല്ലായിടവും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഓടി നടക്കണ്ട, രക്ഷപ്പെടാനും രക്ഷിക്കപ്പെടാനും ഒന്നും ഓടി നടക്കണ്ട, ഒരിടത്തും പോകണ്ട. പിന്നെ നീ എവിടെ പോയാലും നീയായി നിലനിൽക്കാനായി നിനക്ക് കഴിയുന്നെങ്കിൽ പറ്റും. അല്ല, നിന്റെ സ്വഭാവവും നിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിപ്പോയെങ്കിൽ പിന്നെ എവിടെ പോയിട്ടും കാര്യമില്ല. ഈ വല പൊട്ടുമെന്നുള്ള അല്ലാതെ അതിൻ്റെ അകത്തെ മീനെല്ലാം വെളിപ്പോവും. വരുന്ന മീൻകൂട്ടം കിട്ടുമെന്ന് വിചാരിച്ചാ നമ്മൾ ഈ ഓടി നടക്കുന്നത്. ഒരു കാര്യമില്ല. ആ വലയും പൊട്ടി മീനും ചാടി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ കയ്യിൽ സമൃദ്ധമായത് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, നീ പക്ഷെ നിന്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ടാ നീ പോകുന്നത്. ഒന്ന് കുനിഞ്ഞു നോക്കി വലയിട്ട് ആ പെരുത്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സീമ കൊച്ചമ്മയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അച്ഛനും കൊച്ചമ്മയും ഓരോ ആഴ്ച ഇടവിട്ട് നമ്മളോട് പ്രസംഗിക്കുന്നത്. ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണും. അപ്രതീക്ഷിതമായിട്ടെങ്കിലും രാജേഷ് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിച്ചു. പ്രിയപ്പെട്ട കൊച്ചമ്മ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. കൊച്ചമ്മയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കടന്നുപോയ വഴികളിലൂടെ ഉണ്ടായ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ദൈവം തമ്പുരാൻ ദൃശ്യമായി വലതുകരം നീട്ടി അവിടുന്ന് ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ കരങ്ങളാലും ബുദ്ധിയാലും പ്രവർത്തിക്കാനുള്ളതൊക്കെ അവർ പ്രവർത്തിച്ചെങ്കിലും ദൈവ ഇഷ്ടം അനുസരിച്ച് സമർപ്പിക്കുവാൻ തക്കവണ്ണം ആ കുടുംബത്തിനിടയാകട്ടെ, ദൈവശക്തിയിൽ നിറയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ദൈവവചന ഭൂഷണത്തിനായി
ആ ദൈവവചനത്തിന്റെ ഇഴകളെ കീറി നമുക്ക് നൽകുവാൻ ഒക്കവണ്ണം ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും MMVSന്റെ പേരിലുള്ള ഡയസസിന്റെ പേരിലുള്ള എല്ലാ സ്വാഗതവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഞാൻ പറയണ കേൾക്കാമോ? ഹലോ. കേൾക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അച്ഛൻ പറഞ്ഞ ആമുഖ വാക്കുകൾക്ക് ആദ്യമേ നന്ദി പറയുന്നു. അച്ഛൻ ഓർപ്പിച്ചതുപോലെ യാദൃച്ഛികമായിട്ടാണ് രാജേഷ് അച്ഛൻ കഴിഞ്ഞ ആഴ്ച ഈ പ്രയറിന് കയറിയത്. ആക്ച്വലി ഷീന എന്നോട് 17th എന്ന് പറഞ്ഞിരുന്നെങ്കിലും എൻ്റെ കുടുംബത്തിലുണ്ടായ പെട്ടെന്നല്ല എങ്കിലും ഒരു ആഘാതത്തിന്റെ ആ ഇതില് ഒരു മെസ്സേജ് തരാനുള്ള ഒരു ഇതെനിക്കില്ലായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഞാനില്ലെങ്കിലും അച്ഛൻ പറയും എന്നുള്ള ധൈര്യത്തില് ഞാൻ ഷീനയോട് പറഞ്ഞില്ല, മാറ്റണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് മിനിറ്റില് ഹാമച്ചിന്റെ അഭാവത്തില് രാജേഷ് അച്ഛനെ എടുക്കാൻ സാധിച്ചു. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ നൊമ്പരങ്ങളൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ആ പ്രാർത്ഥനയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ദൈവവചനത്തിൽ നിന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കണമേ. നാം 50 ദിവസത്തെ നോമ്പിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നു. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. എന്താണ് ഈ സമാധാനം? ഈ സമാധാനം അനുഭവിക്കുവാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു പറയുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ക്രിസ്തു നൽകുന്ന സമാധാനം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അതിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് ദൈവ സംസർഗം അഥവാ പ്രാർത്ഥന. അതാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സഭാപിതാക്കന്മാർ പ്രാർത്ഥനയെ ആത്മാവിന്റെ ശ്വാസം എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതിനെ ആത്മീയ ശക്തിയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തോടൊപ്പം ചേരാനുള്ള മാർഗം, അല്ലെങ്കിൽ കൂടുതൽ പ്രലോഭനങ്ങൾക്കെതിരായ ഒരു കവചം എന്നിങ്ങനെ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കാം. മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആഗ്രഹവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു എന്നാണ്. രസകരമായി കണ്ട ഒരു ഭാഗം, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൾ കലാം തന്റെ പിതാവ് പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്, പ്രയർ ഇസ് നോട്ട് എ റിച്വൽ ബട്ട് ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ ഡിവൈൻ. അതെ, ദൈവത്തോടുള്ള സംസർഗമാണ് പ്രാർത്ഥന. ഒരു ചെറിയ കഥ പറയാം. 2 പുഴുക്കൾ മൾബറി ഇല തിന്നുകൊണ്ട് ജീവിക്കുകയാണ്. ഒരു ദിവസം ഒരു പുഴു പറഞ്ഞു, മടുത്തു, ഒരേപോലത്തെ ജീവിതം, മൾബറി ഇല ആഹരിക്കുക, മയങ്ങുക, ഇണയെ തേടുക, ഇതിനപ്പുറം ഒന്നുമില്ല ജീവിതത്തിന്. എന്നിട്ട് അങ്ങനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ ആ പുഴു ഒന്ന് പിൻവാങ്ങി. അതൊരു നിദ്രയിലാണ്ടു. അതിന്റെ മീതെ ചില സ്രവങ്ങൾ രൂപപ്പെട്ടു. ഒരു സമാധി ഉണ്ടായി. ആ സമാധിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് പുഴുവായിരുന്നില്ല, പൂമ്പാറ്റയായിരുന്നു. മറ്റേ പുഴു അപ്പോഴും ഇല തേടിയും മയങ്ങിയും ഇണ തേടിയും തന്റെ ജീവിതത്തെ തീർക്കാനുള്ള ശ്രമത്തിലാണ്. മനുഷ്യരാശിക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, വളരെ ഭൗതികമായി ജീവിച്ചു പോവുക. 2, തങ്ങൾക്ക് തന്നെ ചില ആന്തരിക സാധ്യതകളെ തിരിച്ചറിയുക. ഒരാൾ തന്റെ ആന്തരിക സാധ്യതകളെ തിരിച്ചറിയുന്ന പ്രക്രിയയുടെ പേരാണ് പ്രാർത്ഥന. ഒന്ന് പിൻവാങ്ങാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ഇത്രയേറെ ആരവങ്ങളും തിരക്കുകളും ഒന്നും നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നില്ല. ഒരു ചുവട് പിൻവാങ്ങാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുക, അതാണ് പ്രാർത്ഥനയുടെ 1ാം പടി. ഒരു ചുവട് പിന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് 7 ചുവട് മുന്നോട്ടായാനുള്ള ഊർജം സമ്പാദിക്കുകയാണ്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ നാം കാണുന്ന ക്രിസ്തു സ്വർഗസ്ഥ പിതാവുമായി സദാസമയം സംസർഗത്തിൽ കഴിയുന്നു. പ്രാർത്ഥനയ്ക്കായി നിരന്തരം മുട്ടുകുത്തുന്നു. പിതാവിന്റെ ഹിതമറിയാൻ ധ്യാനനിരതനാകുന്നു. അനുദിനം അണുവിട തെറ്റിക്കാതെ അനുവർത്തിക്കുന്ന, അതിൽ വ്യാപൃതനാകുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. ഇപ്രകാരം യേശു പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത 4 ഇടങ്ങളെ കുറിച്ച് ആണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1ാമത്തെ സ്ഥലം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം.
അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഇംഗ്ലീഷ് ഭാഗം ഇങ്ങനെയാണ്. ആൻഡ് ഇൻ ദ മോർണിംഗ് എ ഗ്രേറ്റ് വൈൽ ബിഫോർ ഡേ ഹി റോസ് ആൻഡ് വെന്റ് ഔട്ട് ടു എ സോളിറ്ററി പ്ലേസ് ആൻഡ് ദേർ ഹി പ്രേഡ്. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയെ നാം ചൊല്ലാറുണ്ട്, കർത്താവെ പ്രഭാത സമയത്ത് ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. എന്താണ് ഈ നിർജ്ജന സ്ഥലം അല്ലെങ്കിൽ ഏകാന്തതയുടെ സ്ഥലം, സോളിറ്ററി പ്ലേസ്? ഈ നിർജ്ജന സ്ഥലത്തെ മരുഭൂമിയായി പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏകാന്തതയുടെ സ്ഥലം എന്ന് നമുക്കതിനെ വിളിക്കാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 15 വാക്യത്തിൽ ഹാഗാർ ബെർശേബ മരുഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നത് നാം കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞു. എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ബാലൻ ഇരുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടു. ചിലർക്ക് ഏകാന്തതയാണ് അവരുടെ മരുഭൂമി. ചിലർക്ക് നിന്ദയുടെ അല്ലെങ്കിൽ സഹനത്തിന്റെ വഴിയാകാം മരുഭൂമി. നമ്മുടെ മരുഭൂമിയെ നാം തന്നെ കണ്ടെത്തണം. അതായത് ആ മരുഭൂമിയിൽ ഞാനും ദൈവവും മാത്രമാകുന്ന ഒരു സ്ഥലം. ഈ തിരിച്ചറിവ് പ്രാർത്ഥനയുടെ ആദ്യ പടവാകുന്നു. വീണ്ടും 1 ശമൂവേൽ 1 അധ്യായം 10 വാക്യത്തിൽ തന്റെ നിന്ദനത്തിന്റെ മധ്യത്തിൽ ഹന്നായുടെ പ്രാർത്ഥന നാം കാണുന്നുണ്ട്. അവിടെ പറയുന്നത്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. 1:13 പറയുന്നു, ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ദേവാലയത്തിൽ കരഞ്ഞുകൊണ്ട് വന്ന സ്ത്രീ പിന്നീട് പോകുന്നത് വളരെ ശാന്തയായിട്ടാണ്. സങ്കീർത്തനങ്ങൾ നാം പാടുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ താങ്ങുന്നു. നമ്മുടെ ദൈവ സാന്നിധ്യ മേഖല, നമ്മുടെ കുറവുകളുടെ മേഖല നാം അറിയണം. നമ്മുടെ പ്രവർത്തന നിരതയുടെ അല്ലെങ്കിൽ തിരക്കുകളുടെ മുമ്പിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ദൈവത്തെ അന്വേഷിച്ചറിയുവാൻ നമ്മുടെ സമയം നാം ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അമ്മയുടെ കൈകളിൽ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ കുറിച്ച് നാം പറയുന്നത് ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. അധ്വാനത്തിന്റെയും ആകുലതകളുടെയും നടുവിൽ മനസ്സ് ദൈവ സാന്നിധ്യത്തിന്റെ തണലിലും ദൈവ പരിപാലനയുടെ കരങ്ങളിലും വിട്ടുകൊടുക്കലിലും വിശ്രമിക്കുന്നതാണ് പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ സ്ഥലം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 46 വാക്യം. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി. മല അല്ലെങ്കിൽ പർവ്വതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പവിത്രമായ സ്വപ്നമാണ്. പുറപ്പാട് പുസ്തകം 3 അധ്യായം 1-2 വാക്യത്തിൽ മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം ചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി എന്ന് കാണുന്നു. വീണ്ടും കൽപ്പലകകൾ വാങ്ങുവാൻ മോശ കയറിപ്പോകുന്നത് സീനായ് മലമുകളിലേക്കാണ്. പുറപ്പാട് പുസ്തകം 19 അധ്യായം 20-21 വാക്യങ്ങളിൽ യഹോവ സീനായ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു എന്ന് കാണുന്നു. ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിൽ ക്രിസ്തു അപ്പം വാഴ്ത്തി 12 കൊട്ടകളായി നിറച്ചു കൊടുത്തതിന് ശേഷമാണ് പിൻവാങ്ങി മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് എന്ന് കാണുന്നത്. സങ്കീർത്തനം 121 അധ്യായത്തിൽ 121 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം കാണുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും. ഇവിടെയൊക്കെ നാം കാണുന്നത് മോശ ദൈവത്തിനോട് സംസാരിക്കുന്നത് മലമുകളിലാണ്. ഏലിയ ദൈവശബ്ദം കേൾക്കുന്നത് മലയുടെ മുകളിൽ നിന്നാണ്. ഗുരു തന്നെ ജനത്തെ പിരിച്ചുവിട്ട ശേഷം ഒറ്റയ്ക്ക് മല കയറി പോകുന്നു. നമുക്കറിയാം, ഈ വിജനപ്രദേശം ജനനിബിഡമാകുമ്പോൾ അവിടം വിട്ട് ദൈവ സാന്നിധ്യത്തിന്റെ മലമുകളിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുന്ന ക്രിസ്തു. വീണ്ടും താബോറിലെ അനുഭവം നമുക്കറിയാം. ഉയർന്ന മലയിലേക്ക് കയറിപ്പോയി രൂപാന്തരപ്പെടുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. വിശുദ്ധ ലൂക്കോസ് 9 അധ്യായം 28 വാക്യത്തിൽ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവിടെ വെച്ച് രൂപാന്തരപ്പെടുന്നു. പത്രോസ് അപ്പോൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. നമുക്ക് 3 കുടിലുകൾ ഉണ്ടാക്കാം, പക്ഷേ ക്രിസ്തു അവിടെ നിന്ന്
താഴേക്ക് ജെറുസലേമിലേക്ക് പോകാമെന്ന് പറയുന്നു. താബോർ എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ രൂപാന്തരീകരണത്തിന്റെ മലയാണ്. എന്നാൽ ജെറുസലേം കർമ്മത്തിന്റെ ഭൂമിയാണ്. പ്രാർത്ഥനയിൽ ലഭിക്കുന്ന കരുത്തുകൊണ്ട് കർമ്മ മേഖലയിലേക്ക് അത് നമുക്ക് ഇന്ധനമായി ഭവിക്കണം. പകൽ മുഴുവൻ ആൾക്കൂട്ടത്തെയൊപ്പം സഞ്ചരിച്ച ക്രിസ്തു മലമുകളിലേക്ക് കയറിപ്പോകുന്നത് ആ ദൈവ സംസർഗം നടത്തുവാനാണ്. മൂന്നാമത് ഒരു പ്രാർത്ഥന നാം കാണുന്നത് ഗത്സമനയിലാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യം. അവൻ ഗത്സമന എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറയുന്നു. നാം ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിച്ചു കിട്ടുന്നതല്ല പ്രാർത്ഥന. അങ്ങനെ നാം ശഠിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വിഫലമായി പോകും. നമുക്കറിയാം, ദിവസവും നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പിതാവേ നിന്റെ ഇഷ്ടം നടക്കണമെന്നാണ് നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ എവിടെയെങ്കിലും എൻ്റെ ഇഷ്ടത്തിന് വിഘ്നം സംഭവിക്കുമ്പോൾ നാം പ്രാർത്ഥനയെ പാടെ ഉപേക്ഷിക്കുന്നു. പരിമിതരായ നമ്മുടെ ഹ്രസ്വവും സ്വാർത്ഥവുമായ വീക്ഷണമല്ല സർവജ്ഞാനിയായ ദൈവത്തിനുള്ളത്. ഏതൊരാളും കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം അതിയായി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാതിരുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. തീരാത്ത പ്രശ്നങ്ങളും തോരാത്ത വേദനകളെയും വിജയകരമായി അഭിമുഖീകരിക്കാനുള്ള കരുത്താണ് പ്രാർത്ഥന. പൗലോസും ശീലാസും ശത്രുക്കളുടെ നടുവിൽ തടവറയിലെ ഇരുട്ടിൽ കിടന്ന് ചങ്ങലകളുടെ ബന്ധനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നാം കാണുന്നു. ഗത്സമനയിൽ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, കഴിയുമെങ്കിൽ ഈ കാസ മാറ്റിത്തരണമേ എന്നാണ്. രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളാക്കി ക്രിസ്തു പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം പറയുന്നു, തിരുവിഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും ശക്തി ലഭിച്ച് അവൻ കുരിശിലേക്ക് നടന്നു നീങ്ങുന്നു. മാറ്റിത്തരുവാൻ കരഞ്ഞപേക്ഷിച്ച കാസ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ഒരു കരുത്താണ്. ആ കരുത്തോടെയാണ് ആ ഗത്സമനത്തോട്ടം ക്രിസ്തു വിടുന്നത്. ഇതാണ് പ്രാർത്ഥനയുടെ ഹൃദയം. സ്വന്തം ഇഷ്ടത്തെ ബലിയർപ്പിച്ച് ദൈവേഷ്ടം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. സ്വന്തം ആഗ്രഹത്തെ ബലി കൊടുക്കുമ്പോൾ അത് നമുക്ക് വേദനയുണ്ടാക്കും. സ്വന്തം മനസ്സിനെ സമർപ്പിക്കുമ്പോൾ നൊമ്പരമുണ്ടാകും. സ്വന്തം വ്യക്തിത്വത്തോട് വേണ്ട എന്ന് പറയുമ്പോൾ ശൂന്യത ഉളവാകും. എന്നാൽ ഈ ശൂന്യതയിലേക്കാണ് ദൈവത്തിന്റെ തിരുമനസ് വന്ന് നിറയുന്നത്. നമുക്കറിയാം, പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നുണ്ട്, തന്റെ ജഡത്തിലെ ശൂലം മാറുവാൻ 3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിച്ചതായി പറയുന്നു. എന്നാൽ ആ ശൂലം മാറിയില്ല, പക്ഷെ അത് വഹിക്കുവാനുള്ള കൃപ ലഭിച്ചു. ഇതാണ് പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സഹനങ്ങൾ ഇല്ലാതെയാകും എന്ന് നാം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ സഹനങ്ങൾ പക്ഷേ കൂടുതൽ നന്മയിലേക്കുള്ള ഇടദൂരമാകാം. നിലത്ത് വീണ ഗോതമ്പ് മണിയിൽ നിന്ന് 100 മേനിയിലേക്കുള്ള ദൂരം. നമുക്കറിയാം, ഒരു മുളം തണ്ടിൽ നിന്ന് സംഗീതത്തിലേക്കുള്ള ദൂരം 7 മുറിവുകളുടേതാണ്. ചിപ്പിക്കുള്ളിൽ മണൽത്തരി മുത്തായിട്ട് രൂപാന്തരപ്പെടുന്നത് പോലെ മനുഷ്യന്റെ നെഞ്ചിൽ വീഴുന്ന വേദനയുടെ മണൽത്തരികളൊക്കെ ഒരു നാൾ മുത്തായി മാറിയേക്കാം. സഹിക്കുന്നവനോടൊപ്പം ദൈവമുണ്ടെന്ന ഉള്ള അറിവാണ് പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്ന കരുത്ത്. ഒരു കഥയുണ്ട്. ഒരു കുട്ടി രാത്രി ഇരുട്ടിൽ പേടിച്ച് നടക്കുമ്പോൾ അവന്റെ അച്ഛൻ കൈക്ക് പിടിച്ചു പറഞ്ഞു, ഞാൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോഴും പാത ഇരുണ്ടതാണ്, പക്ഷേ ആ അച്ഛന്റെ സാന്നിധ്യം അവനെ ധൈര്യപ്പെടുത്തി. ഇതാണ് പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യം. 4-ാമത്തെ പ്രാർത്ഥന കുരിശിൽ കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ ലൂക്കോസ് 23-ാം അധ്യായം 46-ാം വാക്യം. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിടുന്ന ക്രിസ്തു. ഇതുവരെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയുടെയും പൂർത്തീകരണമാണ് ഈ കുരിശിൽ കാണുന്നത്. എൻ്റെ ആത്മാവ് തൃക്കൈകളിലാണെന്ന സുരക്ഷിതത്വ ബോധം. ഭൂമിയിലെ ഒരു ദുരന്തത്തിനും നമ്മുടെ ഉള്ളിലെ സങ്കീർത്തനങ്ങളെ തച്ചുടയ്ക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നാം ക്രിസ്തു നൽകുന്ന ദൈവിക സമാധാനം അനുഭവിക്കുന്നു. നാടകീയങ്ങളായ സംരക്ഷണങ്ങളല്ല, സംഭവിക്കുന്നതൊക്കെയും
നിന്റെ അറിവോടും നിനക്ക് വിധേയപ്പെട്ടതുമാണെന്ന് ഉള്ള തിരിച്ചറിവാണ് പ്രാർത്ഥന. ആംഗലേയ സാഹിത്യകാരനായ R.L. സ്റ്റീവൻസൺ തന്റെ ബാല്യകാല അനുഭവം അനുസ്മരിക്കുന്നുണ്ട്. കുട്ടിത്തത്തിന്റെ കുസൃതിയിൽ ഒരു ദിവസം അദ്ദേഹം ഇതുപോലെ മുറിക്കുള്ളിൽ പൂട്ടിട്ടപ്പെട്ടു പോയി. അതിൽ നിന്ന് അദ്ദേഹം നിലവിളിക്കുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് പിതാവ് ഇതറിഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പേടിയുടെ അംശം മാറി അദ്ദേഹം ആ പിതാവിനോട് നല്ല കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് എന്തുകൊണ്ടാണ്? പേടിയുടെ ഉള്ള അവസ്ഥകളെല്ലാം മാറിയിട്ടില്ല, പക്ഷെ അവിടെ തന്റെ പിതാവ് അപ്പുറത്ത് തന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുവാനുണ്ട് എന്ന് കിട്ടിയ ധൈര്യമാണ് ആ കുഞ്ഞിനെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ചത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കും ഈ പ്രാർത്ഥനയിൽ ശരണപ്പെടാം. അത് നമ്മുടെ ജീവിതത്തിന് വലിയ ആശ്വാസവും സമാധാനവും തരുന്നു. വിലാപങ്ങൾ 2:19 പറയുന്ന പ്രാർത്ഥന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അമ്മമാരെ നമുക്ക് എപ്പോഴും ഓർക്കുവാനുള്ള ഒരു കാര്യമാണ്. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക, നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. അമ്മമാരോട് ക്രിസ്തു കുരിശിൽ നിന്ന് കിടന്ന് പറഞ്ഞതും അതുതന്നെയാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലല്ല അത്, അവരുടെ ആത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ. പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകൾക്കും കൂടുതൽ ഇന്ധനമായിക്കൊണ്ട് ദൈവ സംസർഗം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്കും സാധിക്കും. എന്റെ പിതാവേ, എന്റെ ആത്മാവിനെ തിക്കയിൽ ഭരമേൽപ്പിക്കുന്നുവെന്ന് ഒടുവിൽ പറയണമെങ്കിൽ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ആ പ്രാർത്ഥനയുടെ ബലത്തിൽ ശരണപ്പെടുകയാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മൂത്ത ചേച്ചിയാണ് 2 ആഴ്ച മുമ്പാണ് ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. ക്യാൻസർ ആയിട്ട് 1.5 വർഷം മുമ്പാണ് ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അതുവരെ ഓടി നടന്നുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ക്യാൻസറിന്റെ ഭീകരമായ ഒരു 4th സ്റ്റേജ് വരെ എത്തിയിട്ടാണ് നമ്മൾ അറിയുന്നത്. അത് അറിഞ്ഞപ്പോൾ കുടുംബം ആകെ തകർന്നുപോയി. എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പോ 2 ആഴ്ച മുമ്പ് ചേച്ചി കടന്നു പോയപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന്റെയൊക്കെ ധൈര്യവും സമാധാനവും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഫലം ഞങ്ങൾ അനുഭവിച്ചത് ശരിക്കും ചേച്ചി കർത്തൃസന്നിധിയിൽ വാങ്ങിപ്പോയപ്പോഴാണ്. എൻ്റെ മാതാപിതാക്കളുണ്ട്, ഞങ്ങൾ എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശബ്ദത്തിന്റെ ഇടയിൽ നിന്നാണ് എൻ്റെ ചേച്ചി കടന്നുപോയത്. അപ്പോൾ ഞങ്ങൾ ഈ 1.5 വർഷമായിട്ട് അനുഭവിച്ച ആ മാനസിക സംഘർഷം ഞങ്ങൾക്ക് അത് ദൈവം കേട്ടു എന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ആശ്വാസം, ഒരു തണൽ, ഒരു കാറ്റായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നത് ചേച്ചി സമാധാനത്തോടെ കടന്നു പോകുന്ന കണ്ടപ്പോഴാണ്. വേദനകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ആ അവസാനത്തെ ദിവസം ഒന്നും കോൺഷ്യസേ അല്ലായിരുന്നു. പക്ഷെ അതിനു മുമ്പ് കുർബാന സ്വീകരിച്ചപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അതിനുശേഷം കിട്ടിയ ഒരു സമാധാനത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കൃപയിൽ കടന്നു പോയപ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഇപ്പോഴും ആ നൊമ്പരങ്ങൾ അതിനൊന്നും ഒരു കുറവ് ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് പേരുടെ, നമ്മുടെ പ്രാർത്ഥന എന്നല്ല, എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു തണൽ അത് ഇന്നും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ഇതിനു ശേഷം എടുത്ത ഒരു വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ അത് പറയുന്നതിന് കുറച്ചുകൂടെ ഒരു ആത്മീക അർത്ഥം അല്ലെങ്കിൽ ഒരു ആന്തരികമായ ഒരു തണുപ്പ് അതിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും. പ്രശ്നങ്ങൾ മാറിപ്പോകുമെന്നല്ല, എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഏകാന്തതയുടെ നടുവിലും നമുക്ക് ശരണപ്പെടുവാൻ ഇത് മാത്രമേ ഉള്ളൂ. മനുഷ്യനായി പിറക്കുന്ന ഏത് മനുഷ്യനും ആശ്രയിക്കാൻ ഒടുവിൽ ആ പരമചൈതന്യം മാത്രമേ ഉള്ളൂ. ആ തണലിലായിരിക്കുവാൻ, എന്നിട്ട് ഈ ഭൂമിയിലെ എല്ലാ പ്രാർത്ഥനകളും മാറ്റി എൻ്റെ ആത്മാവെ നിന്നെ തൃക്കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ലോകത്തു നിന്ന് പിൻവാങ്ങുവാൻ ഉള്ള ധൈര്യം നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. തന്ന അവസരത്തിനായി എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. പ്രാർത്ഥനയുടെ ശക്തി, ദൈവ സാന്നിധ്യം, ഇവയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ ഓർമ്മിപ്പിച്ചത്. സമാധാനം ലഭിക്കുവാനും സമാധാനത്തിൽ ജീവിക്കുവാനും ദൈവത്തിന്റെ കരുതലും കൃപയും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥന. ആദ്യം ഓർമ്മിപ്പിച്ചു APJ അബ്ദുൽ കലാമിന്റെ ഒരു പിതാവ് പഠിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു. ഇറ്റ്സ് നോട്ട് എ റിച്വൽ, ഇറ്റ്സ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. നമ്മൾ പ്രാർത്ഥനകൾ പലപ്പോഴും ആഡംബരമായി ചടങ്ങായി നമ്മൾ നിർവഹിക്കുമ്പോൾ അതിനപ്പുറത്ത് യഥാർത്ഥമായ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സമാധാനവും യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും എന്നാൽ അതിൽ ആത്മാർത്ഥത ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അത് വളരെ ഈ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്ന് പോകണമെന്നാണ് പറയുന്നത്. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്ന് പോകണം, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ അർത്ഥമില്ല. അതുകൊണ്ട് ഒരേ നാവിൽ നിന്ന് സ്തോത്രവും ഒരേ നാവിൽ നിന്ന് ആർപ്പളമാകുന്ന വാക്കുകളും വരുമ്പോ തമ്മിൽ ചേർന്ന് പോവുമോ? തമ്മിൽ എത്ര ചേർന്ന് പോകും? പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന നാക്കിന് ദുർഗന്ധം, സുഗന്ധമുള്ളിടത്ത് ദുർഗന്ധത്തിന് സ്ഥാനമുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സാന്നിധ്യം എങ്ങനെയാണ് ക്ഷമയിലൂടെ അത് നമ്മൾ പരിശീലിക്കുകയും അത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി തരികയും ചെയ്യുന്ന ഒരനുഭവമായി മാറും എന്ന് പ്രിയപ്പെട്ട കൊച്ചമ്മ നമ്മളെ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ട കൊച്ചമ്മയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കട്ടെ. കൂടുതലായി ദൈവം തമ്പുരാനെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രിയപ്പെട്ട കൊച്ചമ്മയെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സീമാ സാമുവൽ കൊച്ചമ്മയിൽ കൂടി തമ്പുരാൻ നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുകയും കൊച്ചമ്മയ്ക്കും നന്ദി പറയുകയും ചെയ്യുന്നു. ഈ ആഴ്ചയിൽ കൊച്ചമ്മയും കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛനും സ്വന്തം ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങളും കൂടെ ചേർത്ത് നമ്മുടെ മുൻപിൽ അത് അവതരിപ്പിച്ചു. നമുക്കത് ആത്മാർത്ഥമായി പ്രാർത്ഥനയെ പറ്റി സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നിരാശരായി പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവുമില്ല എന്ന് നാം ചിന്തിച്ചു പോകും. നമുക്ക് കഷ്ടങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ കുറവാണ്, കുറ്റമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് കാരണം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു ടെൻഡൻസി അല്ല. പ്രാർത്ഥിച്ചാലും അതിന് അപ്പോഴുത്തരം ലഭിച്ചില്ലെങ്കിലും യഥാർത്ഥ പ്രാർത്ഥന എന്താണ്? തമ്പുരാനോടുള്ള നിരന്തരമായുള്ള കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ആ അസുഖാവസ്ഥ വന്നപ്പോൾ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിച്ചുകൊണ്ട് ശാന്തമായി കടന്നു പോകുവാനും വിശുദ്ധ കുർബാന അനുഭവിച്ച് കടന്നു പോകുവാനും അനേകരുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും ആ സഹോദരി സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നുപോയി എന്നും സാക്ഷിക്കുവാനും ഇന്നും ആളുകളുടെ മനസ്സിൽ സ്വന്തം പ്രിയപ്പെട്ട കൊച്ചമ്മയുടെയും അച്ഛൻ്റെയും എല്ലാ പ്രിയപ്പെട്ടവരുടെയും മനസ്സിൽ ആ ദുഃഖമുണ്ടെങ്കിലും അത് ക്രമേണ തമ്പുരാൻ മായ്ച്ചു കളയും. അനേകർക്ക് അതൊരു സാക്ഷ്യമായി തീരുകയും ചെയ്യും. എന്താണ് പ്രാർത്ഥനയെന്നും ഇവിടെ മുൻപിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൊച്ചമ്മ പറഞ്ഞു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരംഭത്തിൽ നിലവിളിക്കേണ്ട ആവശ്യകത, കർത്താവ് ആത്മാവിനെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ആത്മാവിനെ എങ്ങനെ സമർപ്പിക്കണം ഈ ലോകം വിട്ടുപോകുമ്പോൾ എന്നും. നിത്യമായി ഇവിടെ നാം താമസിക്കാൻ വന്നവരല്ല. വളരെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകം വിട്ടുപോകുമ്പോൾ നമ്മുടെ ആത്മാവിനെ ദൈവസ്ഥലത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് കടന്നു പോകാനുള്ള ആ ഒരു പ്രത്യേക ഭാഗ്യം എങ്ങനെ ലഭിച്ചു എന്നുള്ളത് നമ്മുടെ മുൻപിൽ കണ്ടു. അത് നമുക്ക് ഓരോരുത്തർക്കും ആ പ്രത്യേക അവസ്ഥ പ്രാപിക്കാൻ ഇതാകുന്നു നമുക്കും വേണ്ടിയത് എന്ന് മനസ്സിലാക്കാൻ ഒരു അവസരം നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയിൽ ലഭിച്ചു. വചനം കേൾക്കുമ്പോൾ കേട്ടു മറന്നു പോകുന്നവരല്ലാതെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രിയപ്പെട്ട സിനി ശാമുവിന്റെ ആത്മാവ് ബിംബമുള്ള പർദീസയിൽ ദൈവമേ പാർപ്പിക്കണമേ എന്നും പ്രിയപ്പെട്ടവർക്കെല്ലാം സമാധാനം കൊടുക്കണമേ എന്നും ഇതേപോലെ തന്നെ പ്രിയപ്പെട്ട ഒരു വേർപാടുപോലെ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. പരിശുദ്ധ ബാവ തിരുമേനിയെ ദേവസ്വനെ സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കന്മാരെയും പരിശുദ്ധാത്മ കൃപയാൽ സഭയെ നയിക്കുവാനുള്ള കൃപയും ഒരുമിച്ച് ദൈവസന്ധി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കാനുള്ള കൃപ ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിവന്ധ്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേപോലെ എല്ലാ തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വന്ധ്യ വൈദിക ശ്രേഷ്ഠർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുമാശന്മാർ, സിസ്റ്റർമാർ, ഓരോ ഇടവക പുരോഹിതന്മാർ, ആൾട്ടർ ബോയ്സ്, എല്ലാ ആധ്യാത്മിക സംഘടനാ നേതാക്കൾ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരവരുടെ ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യും ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ദൈവസനെ സമർപ്പിക്കുന്നു. ഈ സമയത്ത് രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാ അഭിഷിക്തരും അല്ലാത്തവരെ സമർപ്പിക്കുന്നു. വൈകല്യച്ചൻ വി സി വർഗീസച്ചൻ, അനേക അഭിഷിക്തരുണ്ട്. ശാന്ത തോമസിന് വേണ്ടി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ആ രോഗാവസ്ഥയിൽ പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോവുകയും പല കാര്യങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന സഹോദരിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഷാനു തോമസ് ഇപ്പോൾ വലിയ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സ്തോത്രം പറയുകയും വീണ്ടും പ്രാർത്ഥന തുടരുകയും ചെയ്യുന്നു. പാട്രിക്, എലിയമ്മ മാത്യു ഒരു വീഴ്ചയ്ക്ക് ശേഷം സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ മാതാവിന് വേണ്ടി സ്തോത്രം പറയുന്നു. അച്ചമ്മ ഐസക്, ലിഖിത ജെറി ക്യാൻസർ ആയിരിക്കുന്ന സഹോദരിയാവുന്നു. സാം ഹെൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന മകനാവുന്നു. ലിസി ഒരു വലിയ ആക്സിഡന്റിന് ശേഷം സൗഖ്യം പ്രാപിച്ചു വന്നതാണ്, വീണ്ടും ബുദ്ധിമുട്ടിലാണ്. അനേകം മക്കളുടെ പ്രാർത്ഥന റിക്വസ്റ്റുണ്ട്. സൗഖ്യം പ്രാപിച്ചവർക്ക് വേണ്ടി സ്തോത്രം. പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവര് സൗഖ്യം പ്രാപിച്ചില്ലെങ്കിലും ദൈവകൃപ പ്രാപിക്കാനായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള റിക്വസ്റ്റുകൾ ശാരീരികം, ആത്മീയം, മാനസികമായിട്ടെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ബർത്ത്ഡേ ആയിരിക്കുന്ന നിഖിൽ ബെഞ്ചമിൻ വരെ സമർപ്പിക്കുന്നു. വരിക ആനിവേഴ്സറി ആയ ഷീബ ആൻഡ് ജോയ്സിനെ സമർപ്പിക്കുന്നു. ഇതോടൊപ്പം എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള റിക്വസ്റ്റുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന മേരിക്കുട്ടിയെ ഓർക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സബ് ഡീക്കൻ ആഷിഖ് ആൻഡ് കെസിയ, സബ് ഡീക്കൻ റയൻ ആൻഡ് അലീന, കുറെ കൂടി കഴിഞ്ഞ് വിവാഹമായിരിക്കുന്ന സബ് ഡീക്കൻ സോളമൻ ആൻഡ് കേറ്റ്, അതേപോലെയുള്ള വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. അവരുടെ വിവാഹം അനുഗ്രഹമായി കഴിയുവാനും ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകുവാനും ആരോഗ്യത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവനാമത്തിനായിട്ട് അവർ ആയിത്തീരുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട അനേകം മക്കളുണ്ട്. വളരെ ഭാരത്തിലിരിക്കും. ജോലി ലഭിച്ചവർ പുറത്ത് സ്തോത്രം ചെയ്യുന്നു. അലൻ, ജെറി, ലെയ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മറ്റേ അതേപോലെ അവസ്ഥയിലുള്ള എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോളി, ഷൈനി, സുനു ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലഹരിയുടെയും ഇന്റർനെറ്റിന്റെയും അടിമത്തത്തിലായവര്, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവർ, ഈ സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത അനേക പ്രശ്നങ്ങളിലുള്ള യുവതലമുറയെ ദൈവസനെ സമർപ്പിക്കുന്നു. ദേവതമ്പുരാനെ കരുണ തോന്നണമേ. വചനത്തിലും പ്രാർത്ഥനയിലും കൂദാശയിലും കൂടുതലായി ആശ്രയിച്ച് ദൈവരാജ്യത്തിന് മുൻതൂക്കം കൊടുക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് കണ്ണീരോടെ യാചിക്കുന്നു. എല്ലാ മക്കളെയും കുഞ്ഞുമക്കളെയും ദൈവസനെ സമർപ്പിക്കുന്നു. ജോഷുവയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2 ആൻമാരെ, എലിസബത്ത്, ആൽബിറ്റ്, ലോറൻസ്, എബി, എയറിൻ, കാരലിൻ, എവ്ലിൻ, ലിഡിയ, മേഘ, ഫേബ ഇവരെല്ലാം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾ എഴുതിയവര്, പരാജയത്തിന്റെ ഭീതിയിലിരിക്കുന്നവര്, ഭാവി എന്താണെന്ന് അറിയാതെ വിഷമിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ദൈവസനെ സമർപ്പിക്കുന്നു. റീകൺസ്ട്രക്ഷനിലായിരിക്കുന്ന ചർച്ചസ് എല്ലാം ഓർക്കുന്നു. പ്രത്യേകിച്ച് മെയ് 29, 30 കോൺസെക്രേഷനിലായി പോകുന്ന കാൽഗറി ചർച്ചിനെയും ബഹുമാനപ്പെട്ട ജോർജ് വർഗീസിനെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോൺസെക്രേഷൻ ഏറ്റവും അനുഗ്രഹപ്രദമാണെന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് മെയ് 8 and 9 സമർപ്പണ പ്രാർത്ഥനയിലേക്കാവുന്ന ആ ചർച്ചിനെയും അനുഗ്രഹത്തിന് വേണ്ടി വിശ്വദാച്ചനെയും അതേപോലെ പ്രവർത്തിച്ച എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. സെന്റ് ഗ്രിഗോറിയസ് ഹ്യൂസ്റ്റൺ, സെന്റ് സ്റ്റീഫൻസ് ഹ്യൂസ്റ്റൺ, അറ്റ്ലാന്റ ചർച്ച്, മാർ എലീജ എബി ഫിലിപ്പച്ചൻ്റെ അതുപോലത്തെ എല്ലാ ചർച്ചസിനെയും ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കും. ഹനഭവൻ, ശാലയം, കാരുണ്യ നിലയം, ആശ്രയ ഒരുപാട് വോളണ്ടറി ഓർഗനൈസേഷൻ ഉണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായും അല്ലാതെയും ഉള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആൾസിമേഴ്സ്, ഡിമെൻഷ്യയിലിരിക്കുന്നവരെ, അവരെ ശുശ്രൂഷിക്കുന്നവരെ, മെഡിക്കൽ ടീം, ഹോസ്പിസ് കെയർ, പാലിയേറ്റീവ് കെയർ, മരണാവസ്ഥയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത്, ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ദൈവനാമത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർ പ്രിൻസി പ്രിയ, രചന രാജ്, റീന, രമ്യ റെനി, രേഷ്മ റിനോ, രൂപ, റോഷ്നി, റൂബി, റൂത്ത്, സജനി, മർലിൻ, റോഷ്നി കൊച്ചുമ, ടിഷ, അഞ്ജന, ജൂലി, അനില, ഏഞ്ചൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റിയ, ഓർലിൻ, അലീന, ഗീതു, നിഷ, ഫേബ, ക്രിസ്റ്റ, മെറിൻ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന സിറിൽ, വെന്നി, സോഹൻ, എയ്ബൽ, കാരൾ, ജെറമി, മെനു, ടാഷ, അലൻ, താര, നിക്കോൾ, ജെഫേഴ്സൺ, മറിയ, ടിജ, ടീന, സാറ, സെൽമ, ഇതേപോലെ അനേക മക്കളുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മോളമ്മ, ഷർലി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരായിട്ടുള്ളവരെ, പ്രത്യേകിച്ച് റവറൻ ഫാദർ PC ഫിലിപ്പോസ്, പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, ബിബിൻ ജോൺസൺ, ബെന്നിക്കുട്ടി, ശോശാമ, വർഗീസ് കോശി, ജോർജ് വർഗീസ്, റോയ് ഈപ്പൻ, റവറൻ ഫാദർ പോൾ മെഡേ, റവറൻ ഫാദർ PC ഫിലിപ്പോസ് പറഞ്ഞതാകുന്നു, പ്രതീഷ് അലക്സാണ്ടർ, സീനു സാബു. അഭിഷിക്തരും അല്ലാത്തവരുമായ എല്ലാവരും അഭിഷിക്തരുടെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിഷമിക്കുന്ന എല്ലാ മക്കളെ ഓർക്കുന്നു. യുദ്ധത്തിന്റെ ഭീതിയിലിരിക്കുന്ന എല്ലാവരും സമാധാനം കൊടുക്കണമേ. ഭരണാധികാരികൾക്ക് വേണ്ട കൃപ കൊടുക്കണമേ. അതുപോലെ പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമം അനുഭവിക്കുന്നവര്, എല്ലാ ശാരീരിക, മാനസിക, ആത്മീയ വിഷമത്തിലിരിക്കുന്നവര്, സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവര് എല്ലാവരും വിട്ടുപോയ കാര്യങ്ങളും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ട റേച്ചൽ തോമസ് ആണ് പ്രാർത്ഥിക്കുന്നത്. റേച്ചൽ തോമസിനെയും കുടുംബത്തെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട റേച്ചൽ തോമസ് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ചേച്ചി. കേൾക്കാമല്ലോ എന്നെ? അൻപുടയോനെ നിൻ വാതിലടച്ചെന്നാൽ മുട്ടി വിളിപ്പാനില്ലയോ മറ്റൊരു വാതിൽ. കാരണവാനും മനസ്സിലുള്ളവരുമായ എൻ്റെ ദൈവസ്വർഗീയ പിതാവേ, അനുഗ്രഹമായ ഉച്ച സമയത്തിനാട് പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിൽ ഇരുന്ന് കർത്താവെ, പല സമയത്ത് അവിടുത്തെ നാമത്തിൽ ഒന്നുകൂടെ കൂടുവാൻ തക്കോണം ഞങ്ങളുടെ ആയുസിനെ കർത്താവ് ഒരു ദിവസം കൂടെ നീട്ടിത്തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രയർ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ഇത്രത്തോളം ഇതിനെ അനുഗ്രഹമായി കൊണ്ടുവരുവാൻ തക്കോണം നിന്റെ മക്കളെ അവിടുന്ന് ഒരിക്കൽ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പല വിഷയങ്ങൾ ഈ പ്രയർ ഗ്രൂപ്പിൽ വെച്ചു, പല അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീട്ടി, ഞങ്ങൾക്ക് പല വേദനകൾ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുന്ന് സകലവും അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഉള്ള അവസ്ഥയെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ സകലവും സമർപ്പിക്കുന്ന കർത്താവെ, ദലീഡി എന്ന ഞങ്ങളുടെ തിരുമേനയും ഭാവതിരുമേനയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവെ. മാർവാനോസ് തിരുമേനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ഷമ്മാശന്മാർ, കന്യാസ്ത്രീകൾ, ദേറാപ്പട്ടക്കാർ, സുശേഷവരെല്ലാം മക്കളെ അനുഗ്രഹിക്കണേ കർത്താവെ. വേദനയിലും പ്രയാസത്തിരിക്കുന്ന മക്കള്, വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
കൊച്ചമ്മയെ പ്രത്യേകം അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും സമാധാനം അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളൊന്നും നേടിയില്ല കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്കെല്ലാം ദാനമായി തന്നതിനാൽ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ലോകരാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണേ, യുദ്ധങ്ങളെ, യുദ്ധകെടുതികള് ദൈവമേ അവിടുന്ന് കരുണ കാണിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവേ, അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടുത്തെ വരവ് അടുത്തു ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരുങ്ങി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വഴികൾക്കും ഇതങ്ങൾക്കായിട്ട് സ്തോത്രം കർത്താവേ. നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഡയസിനെ വിറ്റുമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ലീഡ് ചെയ്യുന്ന അച്ഛനെയും അതിലെല്ലാ ഭാരവാഹികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സൈതാനിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾക്ക് ഇത്രത്തോളം അനുഗ്രഹമായി പ്രേയർ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ബെഞ്ചമിൻ സാറിനെ അനുഗ്രഹിക്കണേ. എൻ്റെ പുതുവർഷം ആരോഗ്യത്തോടെ കർത്താവ് നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്നൊക്കെ വിടിക്കുവാൻ എൻ്റെ കർത്താവ് മതിയാവനാണ് കർത്താവെ. അവിടുത്തെ ഇതം പോലെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ ദൈവമേ. കർത്താവെ, നീതിയുള്ള തലമുറകളെ കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡെലിവറിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രഗ്നന്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്ത് മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ, വിവാഹം നിശ്ചയിച്ചാൽ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ, യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയും കൃപയും കാരുണ്യവും ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നടത്തുന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം. ക്യാൻസറായി വലയുന്ന മക്കള്, വേർപാടിന്റെ ദുഃഖത്തിൽ കർത്താവെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ, ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കടക്കുന്ന കുടുംബങ്ങളുണ്ട്. എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുവാണ്. ഞങ്ങൾക്കൊന്നും കഴിവില്ല കർത്താവെ. അവിടുത്തെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടച്ചു കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണേ. ഈ പ്രേയർ ഗ്രൂപ്പിൽ കർത്താവെ വന്ന് എല്ലാ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും ചെറുതും വലുതുമായ ആവശ്യങ്ങള് കർത്താവെ, നിന്റെ മകൾ ഇവിടെ പറഞ്ഞ ഓരോ വിഷയവും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുവാണ്. കൂടെ ഇരിക്കണമേ, സഹായിക്കണേ, നന്മകളാൽ നിറയ്ക്കണേ കർത്താവെ. അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചകൾ കൂടി വരെ ദൈവമേ അവിടുത്തെ ചെറുവീറിന്റെ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സെമിനാറിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾ, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. തോൽവി സംഭവിച്ച കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവർക്കും ആശ്വാസവനായി എൻ്റെ കർത്താവെ അവിടുത്തെ ക്രൂശിലേക്ക് നോക്കി ഞങ്ങൾ ആശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണേ, ശക്തീകരിക്കണേ. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുക്കട്ടെ. അവരുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺസ്ട്രക്ഷനിലായിരിക്കുന്ന ചർച്ചകളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അടിയങ്ങളുടെ ചർച്ചും പണിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ എല്ലാവരും നിറയ്ക്കണേ കർത്താവെ. നടത്തുന്ന വഴികൾക്കും വിധങ്ങൾക്കായിട്ടും വീണ്ടും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ലീഡ് ചെയ്യുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. അടിയന്റെ ജീവിതത്തിൽ വന്നു എല്ലാ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ കർത്താവെ. പ്രാർത്ഥനയിൽ വന്ന തെറ്റുകൾ ക്ഷമിക്കണമേ കർത്താവെ. നിന്നോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ശശികാലം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബമായിട്ട് മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. വിട്ടുപോയ വിഷയത്തിന്മേൽ കർത്താവ് വിജയം ഇട്ടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. പ്രാർത്ഥന കേട്ട കുറയ്ക്കായിട്ട് സ്തോത്രം. മാനവും മൗത്തും അവിടുത്തേക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. തമ്പുരാനെ, അവിടുന്ന് ദയോടെ കേട്ട് അടിയങ്ങൾക്ക് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെയും വാങ്ങിപ്പവരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും, നാടിനയുടെ മേലും ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. റേച്ചൽ തോമസ്. Thank you. With a heart full of gratitude, I'm here in front of you to say the vote of thanks at the conclusion of this blessed prayer meeting. First and foremost, we thank Almighty God for granting us the precious opportunity to come together in His holy presence and experience His grace and peace. And we express our sincere gratitude to His grace, Thomas Marivanius Tremeni, for his blessings and his spiritual guidance. Our heartfelt thanks go to Sima Kochama for delivering such a powerful and inspiring message, though she is in such a pain. Your words have deeply touched our hearts and strengthened our faith. Special thanks goes to Ebi Achan
and our diocese's vice president for MMES and secretary Shini Penus and treasurer Sheena and all the regional officials. We also extend our deepest appreciation to our coordinator Elizabeth Andy for her dedication, leadership and tireless efforts in organizing and guiding this meeting so beautifully. Today's prayer is led by Dallas region. I thank Tamban Varghese Achan for his guidance and Shobha, Nimika for singing song, and Tangam Sunny and Shirley and Sini for reading the Bible. We all would like to thank everyone who participated and contributed to making this progress, this prayer meeting, a meaningful and spiritually uplifting. Your presence are truly being a blessing. May God bless every one of us. ഒരു റിക്വസ്റ്റും കൂടി എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ ഈ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിന് കല്ലിടുവാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഇത് കൃപയായിട്ട് ഞങ്ങൾ അത് എടുക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. MMVS ഒരു സ്പ്രിംഗ് എക്സ്പോ നടത്തുന്നുണ്ട് ഈ ഫണ്ട് റേസിങ്ങിന്റെ പരിപാടിയായിട്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഡാലസിലുള്ള എല്ലാവരും വന്ന് അതിൽ സംബന്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു.